ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് UAE വളരെ ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കടയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഷാർജയില് നസ്രിയയില് മക്ക മാർക്കറ്റ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. UAE ഇതുപോലെ ഒരുപാട് കടകളുണ്ട് വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ളത്. 1 to 10 ദിർഹം ഷോപ്പ്, ഡിസ്കൗണ്ട് സെന്റർ, ഡേ ടു ഡേ, ഗിഫ്റ്റ് സെന്ററുകൾ, അങ്ങനെയൊക്കെ പല പേരുകളിലുണ്ട്. അപ്പൊ അതിലൊരെണ്ണമാണിത് മക്ക മാർക്കറ്റ്. മക്ക മാർക്കറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. നിങ്ങൾ ഇതിനു മുന്നേ വന്നിട്ടുള്ളവരുണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് അകത്ത് കയറി എന്തൊക്കെയാണ് അകത്തെ കാഴ്ചകളിൽ നിന്ന് കാണാം. അപ്പൊ നമ്മള് മാർക്കറ്റിന്റെ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ആദ്യം തന്നെ കാണുന്നത് കുറെ ഗ്ലാസ് ഐറ്റംസ് ആണ്. ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും 1 മുതൽ 10 ദിർഹം വരെ ഉള്ള വിലയുള്ളൂ. അതിൽ കൂടുതൽ വിലയുള്ളത് വളരെ റെയർ ആയിട്ടുള്ള സാധനങ്ങൾക്കേ ഉള്ളൂ. അതായത് പ്രെയർ മാറ്റ് പോലുള്ള സാധനങ്ങൾക്കാണ് അതിൽ കൂടുതൽ വില. ബാക്കി എല്ലാ സാധനങ്ങൾക്കും 1 to 10 ദിർഹമിനകത്താണ് വില. ഇതെല്ലാം കുറച്ച് ഷോ പീസസ് ആണ്. നമുക്ക് വീട്ടില് അലങ്കരിക്കാനൊക്കെ ആയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് വേറെ ടൈപ്പ് ഷോ പീസസ് വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന കുറച്ച് ഷോ പീസസ് ആണ്. അപ്പം ഇതില് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കുക്കിംഗ് വീഡിയോസിന്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് സൈഡിലൊക്കെ വെക്കാനൊക്കെ ആയിട്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും ഞാൻ ഇങ്ങനത്തെ കടകളിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അധികം വിലയില്ലാതെ എന്നാൽ കാണാൻ ഭംഗിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അല്ലേ ഇത്. അപ്പൊ ഇതൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഡേ ടു ഡേയിലോ അല്ലെങ്കിൽ ഗിഫ്റ്റ് സെന്ററുകളിലോ പോകുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ എല്ലാം അടുക്കി വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടുള്ള ഡേ ടു ഡേയിലോ എല്ലാം സാധനങ്ങൾ വാരി വലിച്ചിട്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം നീറ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പോകാൻ പോകുന്നത് ചെരുപ്പുകളുടെ സെക്ഷനാണ്. ജെന്റ്സിന്റെ, അത് കഴിഞ്ഞ് ലേഡീസിന്റെ, അത് കഴിഞ്ഞിട്ട് കിഡ്സിന്റെ, അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറെ കളക്ഷൻസ് ഉണ്ട് ഷൂസിന്റെ ഒക്കെ. അപ്പൊ അവിടെ നിന്നൊന്നും നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിട്ട് പോയേ ഉള്ളൂ. ഇത് ബ്ലാങ്കറ്റുകള്, അതുപോലെ പ്രെയർ മാറ്റ് ഒക്കെയാണ്. ഇതിന് മാത്രമാണ് അവിടെ കുറച്ച് വില, അതായത് 40 ദിർഹംസിലൊക്കെ കണ്ടത്. ബാക്കിയൊന്നിനും അത്രയും വിലയില്ല. പിന്നെ കിച്ചൺ ടവൽസ് 10.50 ദിർഹമിന് 6 എണ്ണം. അപ്പൊ അതിലൊരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കിച്ചണിൽ
കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനും ഫ്രിഡ്ജൊക്കെ തുടയ്ക്കാനും ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം അങ്ങനത്തേത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ കടകളിൽ പോയാൽ ചൂസ് ചെയ്താണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നമ്മൾക്ക് അലർജി പോലുള്ള കാര്യങ്ങൾ വരാത്ത രീതിയിലുള്ള സാധനങ്ങളെ വാങ്ങിക്കാറുള്ളൂ. കാരണം ഇതിന് പ്രത്യേകിച്ച് ബ്രാൻഡോ ഒന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. മാത്രമല്ല വില കുറഞ്ഞ് വാങ്ങിക്കുമ്പം അത്ര ക്വാളിറ്റിയെ കാണുള്ളൂ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറക്റ്റ് ബോഡി ടച്ച് ചെയ്യുന്ന ഡ്രസ്സുകൾ, കോസ്മെറ്റിക്സ്, പെർഫ്യൂം, ചെരുപ്പ് അങ്ങനെയുള്ളതൊന്നും ഞാൻ ഇങ്ങനത്തെ കടകളിൽ നിന്ന് വാങ്ങിക്കാറില്ല. പക്ഷെ പോകും, ഇതുപോലെ കാണാനും ഒക്കെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ എന്താ പെർഫ്യൂംസിന്റെ സെക്ഷനാണ്. ഇവിടെ എല്ലാ ബ്രാൻഡ് പെർഫ്യൂംസും ഇരിപ്പുണ്ട്. പക്ഷെ എത്ര നല്ല ക്വാളിറ്റി ആണ് അല്ലെങ്കിൽ ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇതിനൊക്കെ 10 ദിർഹമൊക്കെ ഉള്ളൂ വില. അപ്പം അത് കാരണം ഇത് നല്ല ക്വാളിറ്റി ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ സെക്ഷനിൽ നിന്നൊന്നും ഞാൻ വാങ്ങിച്ചില്ല. ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ, അങ്ങനെ ഓയിൽസിന്റെ സെക്ഷനാണ്. ഹെയർ കെയർ സെക്ഷനൊക്കെയാണ് ഇനി അങ്ങോട്ട് ഇരിക്കുന്നത്. പിന്നെ കോസ്മെറ്റിക്സ്, കാജൽ, കോൾ അതൊക്കെ ഉണ്ട്. ഫേക്ക് ഐലാഷസ്, ഐബ്രോ ഗ്രൂമിംഗ് സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഹെയർ കളേഴ്സ്, ഫേസ് വാഷുകൾ, എല്ലാ കോസ്മെറ്റിക്സും എല്ലാ ബ്രാൻഡിന്റെയും അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നെയിൽ പോളിഷുകൾ, ലിപ്സ്റ്റിക്കുകൾ, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്, വിലക്കുറവിൽ തന്നെ. പിന്നെ നമ്മൾ വാങ്ങിക്കുന്നില്ലെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഒത്തിരി ആഫ്രിക്കൻസും അറബ്സും ഇന്ത്യൻസും ഒക്കെ അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത്. ഇനി ഇത് ക്യാൻഡിൽസിന്റെ സെക്ഷൻ ആണ്. ബർത്ത്ഡേ ഒക്കെ നമ്മൾ വീട്ടിൽ പിള്ളേരുടെ കിഡ്സ് പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബലൂൺസ്, ബർത്ത്ഡേ സ്റ്റിക്കർ, ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ട് ഹാങ് ചെയ്യുന്നത്,
അതുപോലെ എന്താ ബർത്ത്ഡേ ഹാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തെ കടകളിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ വില കുറവിൽ വാങ്ങിക്കാം എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇതൊക്കെ ലുലുവിലൊക്കെ പോയി വാങ്ങിക്കാൻ ഇത്രയും കളക്ഷനും ഉണ്ടാവത്തില്ല, പക്ഷെ വലിയ വിലയുമായിരിക്കും. അപ്പൊ അതിന് അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതായത് യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. പിന്നെ അടുത്തത് സോഫ്റ്റ് ടോയ്സിന്റെ സെക്ഷൻ ആണ്. ഇതും ടോയ്സിന്റെ സെക്ഷൻ ആണ്. ഇത് ഇവിടുന്ന് മോൻ 1-2 ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് സെക്ഷൻ, അപ്പൊ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചില്ല. ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഞാൻ ഈ ഹോം ഡെക്കർ സാധനങ്ങൾ, ടോയ്സ്, അങ്ങനെയൊക്കെയുള്ള 1-2 സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇനി ഇത് ചെറിയ ചെറിയ ബാഗ്സ് ആണ്. ഇത് നമുക്ക് യൂസ് ആവുന്ന കാര്യമാണ്. വലിയ വിലയില്ലാതെ 1.5 ദിർഹമിനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ആവും. നമ്മുടെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ നടത്തുമ്പോൾ റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക. ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ കവറുകളൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കവറൊക്കെ വാങ്ങിച്ചു വെക്കാം. ഇത് ചെറിയ സൈസ് ഉണ്ട്, വലിയ സൈസ് ഉണ്ട്, പല ഡിസൈനിന്റെ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് യൂസ് ആവുന്ന കാര്യമാണ്. ഇതൊന്നും ഇരുന്നാ കേടാവുന്നല്ലോ. കുറച്ച് കവറൊക്കെ വാങ്ങിച്ചു വെച്ചാൽ പലപ്പോഴായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ചെറുതിനാണ് 1.5 ദിർഹം. കുറച്ചുകൂടെ വലുതൊക്കെ ആവുമ്പം 2 ദിർഹം 3 ദിർഹം എന്നൊക്കെയാണ് റേറ്റ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് പാലറ്റ് നൈഫാണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സൈസ് അല്ല ഇവിടെ കണ്ടപ്പം അത് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 7.5 ദിർഹമിന്റെ ഒരു പാക്കറ്റ്. ഇനി അങ്ങോട്ട് പോകുന്ന സെക്ഷനൊക്കെ
സ്റ്റേഷനറിയും പെയിന്റിങ്ങും ക്യാൻവാസ് അങ്ങനെയുള്ള സെക്ഷനൊക്കെയാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ക്യാൻവാസ് ഒക്കെ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടൊക്കെ പോയി വാങ്ങിക്കുവാണെങ്കിൽ വിലക്കുറവിൽ കിട്ടും. കാരണം ലുലുവിലൊക്കെ 12-18 ദിറംനാണ് ക്യാൻവാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റേറ്റ്. അല്ല നമ്മൾ സ്റ്റേഷനറി, മിഡിൽ ഈസ്റ്റ് സ്റ്റേഷനറി പോലെ കുറച്ചുകൂടെ വലിയ കടകളിൽ പോവാണെങ്കിൽ അതിനെക്കാട്ടിൽ കൂടുതൽ വിലയായിരിക്കും. പക്ഷെ നല്ല ടോപ്പ് ബ്രാൻഡ്സ് ആണ് അവിടെയൊക്കെ ഉള്ളത്. പക്ഷെ ബിഗിനേഴ്സ് എന്നുള്ള ആൾക്കാർക്ക് പഠിക്കാനൊക്കെ ഇങ്ങനെയുള്ള കടകളിൽ നിന്ന് വില കുറഞ്ഞത് വാങ്ങിച്ചിട്ട് പഠിക്കാം. പിന്നെ ഇതിനങ്ങോട്ട് ഫോട്ടോ ഫ്രെയിംസ് ആണ്. നല്ല അടിപൊളി കളക്ഷൻ ഫോട്ടോ ഫ്രെയിംസ് അവിടെ ഉണ്ട്. ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടില്ല, കാരണം ആ ഒരു പ്ലാനിങ്ങിനല്ല പോയത്. അപ്പോൾ ഹോം ഡെക്കറിൽ അധികം അങ്ങനെയൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇവിടെ കുറെ ഫ്ലവർ വേസുകൾ, ബാസ്ക്കറ്റ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതും സ്റ്റേഷനറി തന്നെയാണ്. ഷാർപ്നേഴ്സ്, പെൻസിലുകൾ, പേനകളെല്ലാം ഇതുപോലെ ബൾക്കായിട്ട് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം. വിലക്കുറവിൽ തന്നെയാണ് അതിരിക്കുന്നത്. പിന്നെ സ്റ്റിക്കേഴ്സ്, പല തരത്തിലുള്ള സ്റ്റിക്കേഴ്സ്, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ യൂസ് ചെയ്യാവുന്ന, അതുപോലെ ഓരോ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ വിലക്കുറവിൽ ഒരുപാട് കളക്ഷൻസ് ഈ കടയിലുണ്ട്.
ഇത് പിന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റ്സിന്റെ നമ്മുടെ ഫോയിൽ പേപ്പർ, ഗാർബേജ് ബാഗുകൾ, ക്ലിംഗ് റാപ്പുകൾ, ആ ഒരു സെക്ഷനാണിത്. ഇതിന് കുറെ ബേക്കിങ്ങിന്റെ സാധനങ്ങളുടെ സെക്ഷനാണ്. മോൾഡുകളൊക്കെ ഇത് കണ്ടോ, കേക്ക് സ്ലൈസിങ് റിങ്. നമ്മൾ കേക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈക്വലി തന്നെ, അതായത് കറക്റ്റ് ഒരു ഈവൻ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ കേക്ക് സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. അകത്തൊക്കെ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഹെൽപ്പ് ആവുന്നതാണത്. പിന്നെ ഇതാണ് മൂസ് മോൾഡ്, പല തരത്തിലുള്ള മോൾഡുണ്ട്, റൗണ്ട്, സ്ക്വയർ മോൾഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ പല ഷേപ്പുകളിലുള്ള മോൾഡുകൾ, കുക്കി കട്ടേഴ്സ്, ബേക്കിംഗ് ട്രേ ഒക്കെയാണ് ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ 10 ദിർഹമിനകത്ത് തന്നെയാണ് വില. അതായത് സിലിക്കോൺ മോൾഡുകളുണ്ട്. പിന്നെ സെറാമിക് പ്ലേറ്റുകൾ, ഡിഷസ്, സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഷസ്, അതൊക്കെയുണ്ട്. പിന്നെ മെലാമിന്റെ പ്ലേറ്റ്സ്, ഞാനപ്പോൾ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇത് കണ്ട ബാംബുവിന്റെ ചെറിയ ചെറിയ സ്പൂണുകളാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അതിന്റെ വലുതും ചെറുതും ഒക്കെ ആയിട്ട് പലതരത്തില് പല ഡിസൈനിലൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇതിന് സ്റ്റീൽ സ്പൂണ്, സ്റ്റീൽ തവികള്, സ്റ്റീൽ പാത്രങ്ങളുടെയൊക്കെ സെക്ഷനാണ് ഇനി വരുന്നത്. ഇത് പലതരത്തിലുള്ള സ്ട്രെയിനേഴ്സ്, ഒത്തിരി വൈഡ് ആയിട്ടുള്ളതും ചെറുതായിട്ടുള്ള സ്ട്രെയിനേഴ്സ്, നോൺ സ്റ്റിക് പാത്രങ്ങള്, സ്റ്റീൽ പ്ലേറ്റ്സ്.
പിന്നെ ഹാങ്ങേഴ്സ്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാം. വലിയ ബ്രാൻഡ് ഒന്നും നോക്കി പോവാതെ ചീപ്പായിട്ട് കിട്ടുന്ന കടകളിൽ നിന്ന് വാങ്ങിച്ചു വെക്കാവുന്ന സാധനങ്ങളാണ് ഈ ഹാങ്ങേഴ്സ്, ക്ലോത്ത് ക്ലിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ വലിയ ബ്രാൻഡിന് വേണ്ടിയിട്ട് ലുലുലു അവിടെ ഇവിടെ പോകേണ്ട കാര്യമില്ല. കുറച്ച് ഒന്നിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ കുറെ ഗ്ലാസ് ജാറുകളും അതിന്റെയൊക്കെ സെക്ഷനാണ്. അപ്പം ഇത്രയുമേ ഞാൻ കയറിയുള്ളൂ. മുകളിലോട്ടൊക്കെ ഇനി ഡ്രസ്സുകളുടെ സെക്ഷനൊക്കെ ഉണ്ട്, ഹാൻഡ് ബാഗ്സ്, ഡ്രസ്സൊക്കെ. അവിടെ ഒന്നും ഞാൻ പോയില്ല. ഈ ഒരു താഴത്തെ ഏരിയ മാത്രമേ ഞാൻ നിന്നുള്ളൂ. കാരണം എന്തായാലും ഞാൻ ഡ്രസ്സും ഹാൻഡ് ബാഗ്സും ഒന്നും അവിടെ നിന്ന് വാങ്ങിക്കാറില്ല. ഡ്രസ്സ്, ഫുഡ് വെയർ, ഹാൻഡ് ബാഗ്സ്, കോസ്മെറ്റിക്സ്, നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ യൂസ് ചെയ്താൽ അലർജി വരുന്ന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ ഒരു നല്ല ബ്രാൻഡൊക്കെ നോക്കി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ബ്രാൻഡ് അല്ലെങ്കിൽ നല്ലതല്ലാത്തത് നോക്കി വാങ്ങിച്ചാൽ, വിലക്കുറവ് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പൈസ ചിലവാക്കി ഇതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയല്ലാതെ ഹോം ഡെക്കർ ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ നല്ല വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പം പോയിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണുക. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇത്രയും സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ. അപ്പൊ കാണാത്തവരൊന്ന് പോയി കാണുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.